ഡിവൈഎഫ്ഐ നേതാവിന്റെ വീട് കയറി ആക്രമിച്ചുവെന്ന് പരാതി. തൃക്കടവൂര് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അനന്തുവിന്റെ വീടാണ് ആക്രമിച്ചത്. വീടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്തു. ആരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ല. തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയതിനെതിരെ അനന്തു കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. AV ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയതിന് പരാതി കൊടുത്തത് ആണോ പ്രകോപനത്തിന് പിന്നിൽ? അങ്ങനെയാണോ സംശയിക്കുന്നത്? മൊത്തം അടിച്ചു തകർത്തോ? എന്താ സംഭവം? അതായത് ഡോക്ടർ അരുൺ, ഈ തൃക്കടവൂരിലെ അനന്തുവിന്റെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് വലിയൊരു ആക്രമണം ഉണ്ടായത്. രാത്രി 2:30-3 മണി സമയത്താണ് ഒരു സംഘം ആളുകൾ എത്തുകയും ഈ വീടിന്റെ ജനൽ പൂർണ്ണമായും ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വീടിന് മുന്നിലുണ്ടായിരുന്ന വാഹനവും പിന്നെ മറ്റ് കസേര ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്ത്. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അനന്തു എന്ന് പറയുന്നത് തൃക്കടവൂരിലെ പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാവാണ്, മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ, ഈ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ പരാതി നൽകുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീടിന് നേരെ വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഡിവൈഎഫ്ഐക്കാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് RSS പ്രവർത്തകർ ഈ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ആക്രമണം നടത്തിയെന്നാണ്. പക്ഷേ ഇതൊരു അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഈ പ്രതികൾക്ക് വേണ്ടി, ഈ ആക്രമണം നടത്തിയ ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും വീട്ടിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രി ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ഇരുട്ടിന്റെ മറവിൽ ഇത്തരത്തിൽ ഒരു പൊതുപ്രവർത്തകനെതിരെ ഇത്തരം ഒരു ആക്രമണം വീടിന് നേരെ ഉണ്ടാകുന്നത്. ഈ പരാതി കൊടുത്തതിന് പിറ്റേ ദിവസമാണ് ഈ ആക്രമണം എന്നതും ഈ വിഷയത്തിൽ ഗൗരവം എന്തായാലും വർദ്ധിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ കൊല്ലത്ത് തൃക്കടവൂരിലാണ് ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ വീട്ടിൽ കയറി രാത്രിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ പറയട്ടു, ഈ പകൽ വെളിച്ചത്തിൽ വന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ മുഖത്തോക്കി പറഞ്ഞിട്ട് പോകണം. രാത്രിയിൽ ഇരുളിന്റെ മറവിൽ വന്ന് ഇതേപോലെ ആക്രമണം നടത്തുന്നത് വലിയ ധീരന്മാരായതുകൊണ്ടല്ല, നല്ല ഒന്നാന്തരം ഭീരുക്കളായതുകൊണ്ടാണ്. ഒന്ന് ഓർമ്മ വേണം.